ഇതിലേക്ക് വന്നാൽ മെയ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ ഉണ്ട്, മന്ത്രിയുടെ അറിയിപ്പ് വന്നു എന്ന് പറയുമ്പോഴും പല ആളുകൾക്കും അത് വിശ്വാസമില്ല. കാരണം വിഷുവിനോടനുബന്ധിച്ച് 2 മാസത്തെ പെൻഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഒന്നാണ് ലഭിച്ചത് എന്നാണ് പല ആളുകളും പറയുന്നത്. പക്ഷെ അത് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നില്ല. അതിനുള്ളൊരു വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ട്. അതായത് മന്ത്രി 24-ാം തീയതിയാണ് ഈ മെയ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ ഉണ്ടാകും, 15-ന് ശേഷം വിതരണ നടപടികൾ ആരംഭിക്കും എന്ന് പറഞ്ഞത്. അതിനുള്ള ഒരു കാരണം ഇപ്പോഴാണ് വ്യക്തമാകുന്നത്. അതായത് വിഷുവിന് 1600 മാത്രം വിതരണം ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്, അത് ഉടൻ പ്രഖ്യാപിക്കും. ഈ മാസത്തിൽ തന്നെ ആയിരിക്കും അതുണ്ടാകുക. അതിനു മുമ്പായിരിക്കും ഇതിന്റെ വിതരണം നടക്കുക. അതിനു വേണ്ടിയിട്ടാണ് വിഷുവിന് 1 മാസത്തെ മാത്രം നൽകുകയും കുടിശ്ശിക ഈ മാസത്തേക്ക്, അതായത് മെയ് മാസത്തേക്ക് മാറ്റിവെക്കുകയും 3200 വിതരണം ചെയ്യുകയും ചെയ്യും. ഇത് സംബന്ധിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പോസ്റ്റ് ഒന്നുകൂടി നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. ആദ്യം